ആരാണ് സ്ത്രീകൾക്ക് അതിർത്തികൾ നിശ്ചയിച്ചത്? ആരാണ് സ്ത്രീകൾക്ക് മാത്രമായി അസമയം തീരുമാനിച്ചത്? ആരാണ് അവളുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് ചങ്ങലകൾ അണിയിച്ചത്? ഇതുപോലുള്ള 100,000 ചോദ്യങ്ങൾക്ക് കാലങ്ങളായി ഉത്തരം തേടുന്നവരാണ് സ്ത്രീകൾ. അത് ചെന്നെത്തുന്നത് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ചരിത്ര താളുകളിലുമൊക്കെ ആകാം. അതിൽ പോലും പുരുഷ മേധാവിത്വത്തിന്റെ നിഴൽ കാണാം. കോടാനുകോടി മനുഷ്യരിൽ നിന്ന് നമ്മൾക്ക് ഇന്ന് ഉയർത്തി കാണിച്ചു കൊടുക്കാവുന്ന പ്രഗത്ഭരായ സ്ത്രീകൾ എത്ര പേരാണുള്ളത്? വളരെ ചുരുക്കം. എവിടെയാണ് സ്ത്രീ സ്വാതന്ത്ര്യം? എവിടെയാണ് സ്ത്രീ സമത്വം? എവിടെയാണ് സ്ത്രീയെ ബഹുമാനിക്കുന്നത്? അന്നും ഇന്നും വലിച്ചെറിയപ്പെടുന്ന ഉപഭോഗ വസ്തുവാക്കുകയാണ് പ്രസവിക്കാനുള്ള മെഷീൻ, അടുക്കളയിലെ മാജിക് ചെയ്യുന്നൊരു ഭൂതം, കിടപ്പറയിലെ അനിവാര്യത. അങ്ങനെ നീളുന്നു പര്യായങ്ങൾ. ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8 വനിതാ ദിനാശംസകൾ നേരുന്നു. ഇത് സ്ത്രീകൾക്ക് മാത്രമായല്ല, സ്ത്രീകളെ കരുതുന്നതും കരുതാത്തതുമായ പുരുഷന്മാർക്ക് കൂടിയാണ്. വനിതാ ദിനത്തെപ്പറ്റി അല്പം ആകാം അല്ലേ? 1975 മാർച്ച് 8 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1857 മാർച്ച് 8 ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭത്തിന്റെ ഓർമ്മയ്ക്കായാണ് മാർച്ച് 8 എന്ന് തീരുമാനിച്ചത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണത്തിനും ലിംഗസമത്വത്തിനും തുല്യനീതിക്കും വേണ്ടി വിവേചനത്തിനും അടിച്ചമർത്തലുകൾക്കും എതിരായുള്ള അവകാശ പ്രഖ്യാപനങ്ങളാണ് ഓരോ വനിതാ ദിനം. എങ്കിലും ആ ദിവസം കഴിയുമ്പോൾ ലോകം പഴയപടിയാകും. നമ്മൾ സ്ത്രീകൾ. ഈ വനിതാ ദിനത്തിലെ പ്രധാന മുദ്രാവാക്യം ഗീവ് ടു ഗെയിൻ ആണ്. നേട്ടത്തിന് നൽകുക. 51 വർഷങ്ങളോളമുള്ള വനിതാ ദിനങ്ങൾ നമ്മെ കടന്നുപോയിട്ടും സ്ത്രീ ഇന്നും അബലകൾ എന്ന് മുദ്രകുത്തപ്പെടുന്നു. മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടവരാകുന്നു. ആധുനിക ലോകത്തിൽ പോലും ഈ നിമിഷത്തിലും ഓരോ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വധിക്കപ്പെടുന്നു. ഇന്ത്യയിൽ പോലും ഓരോ ദിനവും 1000-ലധികം പെൺകുട്ടികൾ പിച്ച് ചീന്തപ്പെടുന്നു. നിർദയമാരും നിർഭയമാരും പെരുകുന്നു. മിണ്ടാനാകാതെ നിയമങ്ങളും. വെറും 28 ദിവസങ്ങൾ മാത്രം പ്രായമായ പെൺകുഞ്ഞ് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അവൾ വാദിയാകുമ്പോൾ പോലും അവളുടെ മൊഴികൾ വേണം, തെളിവുകൾ വേണം, ഐഡന്റിഫിക്കേഷൻ പരേഡ് വേണം. ഇന്നും നിയമങ്ങൾ സ്ത്രീ വിരുദ്ധമല്ലേ? അവിടെയും പുരുഷ മേധാവിത്വം അല്ലേ? സ്ത്രീ അല്ലല്ലോ ആ നിയമങ്ങളുടെയും കർത്താവ്. നിരാശ്രയത്വത്തിന്റെ, നിരാശയുടെ, നിരാലംബതയുടെ, നിശബ്ദതയുടെ വനിതാ ദിനാശംസകൾ കണ്ണീരോടെ നേരുന്നു. എന്നാണ് കാർമേഘമില്ലാത്ത നീലാകാശം കാണാനാവുക? കാത്തിരിക്കാം. ഏവർക്കും വനിതാ ദിന ആശംസകൾ.